നമസ്കാരം സാർ. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടും തോറും രൂക്ഷമായി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ രോഹിന്ത്യൻ അഭയാർത്ഥികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളില് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷത്തോളം രോഹിന്ത്യൻ മുസ്ലിങ്ങൾ, അതായത് ബംഗ്ലാദേശിലാണ് അവർ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായിട്ട് കയറിയിട്ടുള്ളത്. അനുവദിച്ചിട്ടുള്ളത് ബംഗ്ലാദേശാണ്. അവർ മരണത്തോട് മല്ലിടുകയാണ്. കാരണം ഭക്ഷണമില്ല. കാരണം WHO-യുടെയും ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും ഒക്കെ ഫണ്ട് പറയുന്നത് പോലെ ട്രംപ് വന്നതിന് ശേഷം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥ ഇപ്പം അഖില ഉൾപ്പെടെയുള്ളവർ കണ്ടു കാണുമല്ലോ. അപ്പം ഈ അട്ടിമറിക്ക് ശേഷം യൂനസിന്റെ ഭാഗമായിട്ട് വന്ന മിനിസ്ട്രി ഈ പറയുന്ന പോലെ അവിടെ കുറുന്താടിപ്പായിരുന്നു. അവിടെ അട്ടിമറിക്ക് ശേഷം യൂനസിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിന്ദുഹത്യ നടത്തുന്നു, ഈ പറഞ്ഞ പോലെ ജമായത്ത് ഇസ്ലാമി ഭരണം പിടിക്കുന്നു, അവരുടെ നിയന്ത്രണത്തിലാക്കുന്നു, അവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, പള്ളികളും അമ്പലങ്ങളും ഒക്കെ തച്ചുടയ്ക്കുന്നു. ഈ രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ ബൈഡൻ മാറുന്നു, ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭയോടുള്ള നിലപാട് ഈ പറഞ്ഞ പോലെ ഫണ്ടൊക്കെ നിർത്തിവെച്ചു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ആരാന്നറിയാമല്ലോ? അമേരിക്കയാണ്. അമേരിക്ക ഫണ്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കടലാസ് പുലി എന്നൊക്കെ പറയത്തില്ല, യഥാർത്ഥ പുലിയും കടലാസ് പുലിയും അതുപോലെ. അപ്പോൾ WHO-യുടെ കാര്യം അതായി. ഫണ്ട് കൊടുക്കാവുന്നപ്പോഴത്തേന് അതിന്റെയും കാര്യം പ്രവർത്തനരഹിതമായി. അവരാണ് ഈ പറയുന്നത് പോലെ ഒരു രോഹിന്ത്യൻ മുസ്ലിമിന് $12 എന്ന കണക്കിനാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ WHO-യുടെ തലവനുണ്ടല്ലോ, സെക്രട്ടറി അന്റാണിയോ ഗുഡ്രസ്, പുള്ളി കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ രോഹിന്ത്യ മുസ്ലിങ്ങൾക്ക് ഐക്യരാഷ്ട്രീയമൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ 12 എന്നുള്ള 6 ആയാലും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 6 പോയിട്ട് 6 പൈസ പോലും കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അപ്പം ഈ പറയുന്നത് പോലെ ഈ പറയുന്ന രോഹിന്ത്യൻ മുസ്ലിങ്ങളെ അവിടെ കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ നീക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ISI അറിയാമല്ലോ, രഹസ്യാന്വേഷണ വിഭാഗം ഈ പറയുന്നത് പോലെ അവിടെ നിന്ന് ഇവിടെ വന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി അവരെ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളാക്കി എടുത്തുകൊണ്ട് അവരെ അതിനകത്ത് നിന്ന് മറ്റു രാജ്യങ്ങളെ, പ്രധാനമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പം ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ ട്രംപ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടാവാം ഈ ബംഗ്ലാദേശിനകത്ത് നിൽക്കുന്ന രോഹിന്ത്യ മുസ്ലിങ്ങൾക്ക് ഈ ഫണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല. ആ ഫണ്ട് കൊടുക്കുന്ന WHO-യും അല്ലെങ്കിൽ ആ ഫണ്ട് കൊടുക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ ഫണ്ട് നിർത്തിവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിനകത്തുള്ള രോഹിന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് ഫണ്ട് കിട്ടാതെ വരികയും, ഫണ്ട് കിട്ടാതെ വരുമ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അറിയാതെ ആകെപ്പാടെ യൂനസ് അട്ടിമറിക്ക് ശേഷം യൂനസിന്റെ ഭരണം വരികയും യൂനസിന്റെ ഭരണത്തിനകത്ത് രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും അവിടുത്തെ വ്യവസായം നശിക്കുക, സംരംഭങ്ങൾ നശിക്കുക, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി എല്ലാം ഇല്ലായ്മ ആകുന്ന ഒരവസ്ഥ. തുണി വ്യവസായമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ തുണി വ്യവസായം ഉണ്ടായിരുന്നു. തുണി വ്യവസായം ഇല്ലാതാകുന്ന ഒരവസ്ഥ. അവിടത്തേക്ക് ഏറ്റവും കൂടുതൽ പരുത്തി കൊടുത്തിരുന്ന ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്ന് പരുത്തി കൊടുക്കാതെ വരുന്ന ഒരവസ്ഥ. അതായത് സർവനാശത്തിലേക്ക് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ബംഗ്ലാദേശ് പിടിച്ചു നിന്നിരുന്നു പറഞ്ഞാൽ ലോകത്തുടനീളമുള്ള മറ്റ് രാജ്യങ്ങളുടെ സഹായം കൈപ്പറ്റിയായിരുന്നു. അപ്പം ആ സഹായം എന്ന് പറയുന്നത് WHO-യുടെ രൂപത്തിലും ഐക്യരാഷ്ട്രസഭയുടെ രൂപത്തിലും അല്ലെങ്കിൽ അമേരിക്കയുടെ ചില NGO ഫണ്ടുകളുടെയൊക്കെ രൂപത്തിലായിരുന്നു. ഇത് ട്രംപ് വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് നിർത്തലാക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ബംഗ്ലാദേശ് പൂർണ്ണമായും അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ബംഗ്ലാദേശ് മൊത്തത്തിൽ പട്ടിണിയാണ്. അതിനകത്ത് പൂർണ്ണമായിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രോഹിന്ത്യൻ മുസ്ലിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഐക്യരാഷ്ട്രസഭയുടെയും WHO-യുടെയും അമേരിക്കൻ ഫണ്ടുകളാണ് ഉപയോഗിച്ചത്. അത് പൂർണ്ണമായിട്ട് വന്നപ്പോൾ മറ്റേതെങ്കിലും മാർഗത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ബംഗ്ലാദേശികൾ കഴിക്കാൻ സാധിക്കുമ്പോൾ ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാതെ, അല്ലെങ്കിൽ രോഗം പിടിപെട്ട് വല്ലാത്തൊരു മോശമായ അവസ്ഥയിലേക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന 10 ലക്ഷം രോഹിന്ത്യൻസിനും അവിടെ കിടന്ന് തന്നെ മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കുടിയേറ്റണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ഇപ്പൊ യൂനസ് പല രാജ്യങ്ങളെ സമീപിക്കുന്നത്. യൂനസ് ഇതിന് വേണ്ടി തന്നെ ഇന്ത്യ മഹാരാജ്യത്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി യൂനസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ
ഈ പറയുന്ന ബിംസെറ്റ് എന്ന് പറയുന്ന സബ്മിറ്റിനകത്ത് വെച്ച് കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എത്രത്തോളം അതിന് നിന്നുകൊടുക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് അറിയത്തില്ല. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് യൂനസ് സഹായം അഭ്യർത്ഥിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ സഹായിച്ചേക്കാം. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അറിയാമല്ലോ, താലിബാന്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ വിഷയം, അഫ്ഗാനിസ്ഥാൻ നമുക്കെതിരെ വന്നു, അല്ലെങ്കിൽ നമുക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഉരുത്തിരിച്ചു. ആ രാജ്യം പട്ടിണിയിലേക്ക് പോയി. ലോകത്ത് ഒരു രാജ്യം സഹായിക്കാൻ ഇല്ലാത്ത സമയത്ത് നമ്മളന്ന് ഗോതമ്പും മരുന്നും ഉൾപ്പെടെ ഉള്ളത് സഹായിച്ച് ആ രാജ്യത്തെ അന്ന് നമ്മുടെ ശത്രു കണക്ക് പോലും നിലനിർത്തി, അല്ലെങ്കിൽ സൗജന്യമായിട്ട് അന്ന് ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്, ടൺ കണക്ക് സൗജന്യമായിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്, ടൺ കണക്ക്. അതിനുശേഷം ഇപ്പൊ അവർ നമ്മുടെ സുഹൃത്തുക്കളായി, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ അന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പറയുന്ന തീവ്ര ഗ്രൂപ്പുകളെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി രോഹിൻസിനെ ഉപയോഗിക്കുമ്പോൾ അവർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയും ബംഗ്ലാദേശ് പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയും നിലനിൽപ്പിന് മാർഗമില്ലാത്ത ഒരവസ്ഥയും വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി യൂനസ് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ ഒരുപക്ഷെ യൂനസിന്റെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രധാനമന്ത്രി തയ്യാറാവത്തില്ലെങ്കിൽ പോലും ഈ ഭക്ഷണം കൊടുക്കുന്നതിനും, അല്ലെങ്കിൽ പട്ടിണി മാറ്റുന്നതിന് ഗോതമ്പും അരിയും ഒക്കെ കൊടുക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനും ഒക്കെയുള്ള ഒരു സംവിധാനം ഉരുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി തന്നെയായിരിക്കും. കാരണം ഇപ്പൊ പട്ടാള മേധാവി അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളം ഉൾപ്പെടെയുള്ളവർ യൂനസിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം യൂനസിന്റെ ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണം ISI ആയിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിനകത്ത് ആ രാജ്യത്ത് അവർ നടത്തുന്ന ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ നാളെ കാലത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെയും ബംഗ്ലാദേശിന് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ. കാരണം പണ്ടും ഇന്നും ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ. ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്നലെയും നാളെയും ഇന്ത്യയുടെ സഹായമില്ലാതെ കഴിയാൻ പറ്റുന്ന ഒരു രാജ്യമല്ല എന്ന് അവിടുത്തെ പട്ടാള മേധാവി ഉൾപ്പെടെയുള്ളവർ പറയുകയും, ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളത്തെയും ISIയുടെയും അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ സാധിക്കത്തില്ലെന്ന് പട്ടാളം പറയുകയും, ഒരുപക്ഷെ പട്ടാളം പിടിച്ചെടുക്കുമെന്ന് പലവട്ടം ഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരവസ്ഥ വരെയും യൂനസിന് തന്നെ അത്തരത്തിൽ, അല്ലെങ്കിൽ യൂനസിന്റെ ഡയറക്ഷൻ അപ്പുറം അത്തരത്തിൽ പോകാൻ പറ്റത്തില്ല. രാജ്യത്തിന്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് പട്ടിണി, ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഇന്ത്യയുടെ സഹായം മുമ്പത്തെ പോലെ തന്നെ വീണ്ടും വരുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകണം. അതിന് സഹായമാകുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥ യൂനസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ വേണ്ടി വന്നാൽ രാജ്യത്തിന് വേണ്ടി പട്ടാള ഭരണം ഏർപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പലവട്ടം ഉസ്മാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ അതിവിദൂരമല്ലാതെ അത് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഏതായാലും ഇപ്പോഴത്തെ ഒരവസ്ഥ, ആരെങ്കിലും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വന്നാൽ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ, നമ്മൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കാമെന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും കണ്ടിരുന്ന മുസ്ലിങ്ങൾ പട്ടിണി കിടന്ന്, രോഗം വന്ന്, മരുന്നില്ലാതെ, ഭക്ഷണമില്ലാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. 10 ലക്ഷത്തോളം വരുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ ഉടൻ തന്നെ ആരുടെയെങ്കിലും സഹായം ഇല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നത്. അത് രാജ്യത്തുടനീളം ചർച്ചയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. അതിനകത്ത് മാറ്റം വരണമെങ്കിൽ ആദ്യം ഇടപെടേണ്ടത് ഇന്ത്യയാണ്. അതിനുവേണ്ടി കരഞ്ഞു വിളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുവാൻ ശ്രമിക്കുന്ന ഒരു യൂനസിനെയാണ് ഇന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.